ഈ രൂപത്തിൽ എത്രയാണ് പറയുന്നത്. ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ? കുണ്ടൂര് ശൈഖ് എന്ന് പറഞ്ഞിട്ടൊരു ശൈഖുണ്ട്, കുണ്ടൂർ ഔലിയ. ഈ കുണ്ടൂർ ഔലിയ ഒരിക്കൽ മദീനത്തേക്ക് പോയി. അള്ളാന്റെ റസൂലിനെ സിയാറത്ത് ചെയ്യാനാണ് പോയത്. പോയപ്പോൾ ഭയങ്കര തിരക്കായപ്പോൾ മൂപ്പര് തീരുമാനിച്ചു, ഇനി ഞാൻ അങ്ങോട്ട് വരില്ല, ഇത്ര തിരക്കുള്ള ഇടത്തേക്ക് എനിക്കിനി വരാനാവില്ല. പിറ്റേ കൊല്ലം ഹജ്ജിന് ചെന്ന് തിരക്കായതുകൊണ്ട് സിയാറത്തിന്റെ ഭാഗത്തേക്ക് പോകാതെ മാറി നിൽക്കുമ്പോൾ നബി തങ്ങൾ ഇങ്ങനെ കുണ്ടൂരിനെ വിളിക്കാണ്, ഇവിടെ വാ കുണ്ടൂരേ, ഇങ്ങോട്ട് വാ കുണ്ടൂരേ. ആരാ വിളിക്കുന്നത്? നബി തങ്ങൾ. സ്വപ്നത്തിലാണോ? അല്ല, യഖ്ളതൻ, ഉണർച്ചയിൽ നബി തങ്ങൾ ഖബറിന്ന് പുറത്തേക്ക് വന്നിട്ട്, എന്താ കുണ്ടൂരേ അവിടെ നിൽക്കുന്നത്, വാ കുണ്ടൂരേ എന്നും പറഞ്ഞു വിളിക്കുന്നു. നോക്കുമ്പോൾ എന്നോട് നബി തങ്ങൾ എന്താ പറയുന്നത്? എന്തിനാ കുണ്ടൂരേ മാറി നിൽക്കുന്നത്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹബീബ് ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ട് വാ. അപ്പൊ ആരെ കുറിച്ചാണ് ഹബീബ് എന്ന് പറഞ്ഞത്? കുണ്ടൂര് പോയി നോക്കുമ്പോൾ ഹുനാക ശൈഖ് അബൂബക്കർ, അവിടെ ചെന്ന് നോക്കുമ്പോൾ ശൈഖ് അബൂബക്കർ അവിടെ നിൽക്കുന്നുണ്ട്. നബി തങ്ങളതാ എന്നെ വിളിക്കുന്നു. ഈ രൂപത്തിലുള്ള കള്ളത്തരങ്ങൾ അനുയായികൾ ഇങ്ങനെ പ്രസംഗിക്കുമ്പോ അതൊക്കെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാൻ മാത്രം ബുദ്ധിശൂന്യരായ കുറെ മന്ദബുദ്ധികൾ ഉള്ളിടത്തോളം 40 കോടിയുടേതല്ല 4000 കോടിയുടെ ബിൽഡിങ്ങും നിങ്ങൾക്കുണ്ടാക്കാം. പക്ഷേ മുസ്ലിം സമുദായം നബി തങ്ങളുടെ പേരിൽ കള്ളം പറഞ്ഞ് കാശുണ്ടാക്കാൻ സമ്മതിക്കൂല. അത് ഞങ്ങൾ തെളിവ് കൊണ്ട് നേരിടും, അത് ഞങ്ങൾ പ്രമാണം കൊണ്ട് നേരിടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചുള്ള ഈ രൂപത്തിലുള്ള അബദ്ധങ്ങളായ ധാരണകൾ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പ്രചരിപ്പിക്കുന്ന ഈ കക്ഷികളുടെ അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാനാണ് ഈ കാര്യങ്ങളൊക്കെ ഈ സമുദായത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയേണ്ടി വരുന്നത്. അപ്പോ നബി തങ്ങളുടെ മുടിയുടെ പോരിശ ഇനി ആരും പറഞ്ഞു വരണ്ട, ഞങ്ങളാരും പഠിപ്പിക്കണ്ട, ഞങ്ങൾക്കതൊക്കെ ബോധ്യമാണ്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ആ സാധനം ഇല്ല, അതുണ്ട് എന്നാണ് തെളിയിക്കേണ്ടത്. ശരിയായ സനദിലൂടെ അങ്ങോട്ട് തെളിയിക്കണം. എന്താ, ആർക്കാ കിട്ടിയത്? കിട്ടിയ ആളെ പരിശോധിച്ചാൽ തന്നെ പോരെ, കിട്ടിയ ആളെ പരിശോധിച്ചാൽ തന്നെ പോരെ. ഇസ്ലാമും മൂപ്പരും അള്ളാന്റെ റസൂലും മൂപ്പരും തമ്മിലൊക്കെ ഉള്ള ബന്ധം എത്രയാണ് എന്ന് അമ്പലക്കടവ് ഫൈസി തന്നെ വിശദീകരിക്കുന്നുണ്ട്. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒരു പണ്ഡിതനല്ല, പണ്ഡിത വേഷധാരിയാ. ഇത് വെറുതെ പറയുന്നതല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാ. ഇദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇദ്ദേഹം അള്ളാഹുവിന്റെ ദീനിൽ